ഇപ്പോൾ വരുന്ന വാർത്ത. ജി സുധാകരനോട് സംസാരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരനോട് സംസാരിക്കും എന്നതാണ്. അദ്ദേഹത്തെ ഇതിനോടകം തന്നെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നതാണ്. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഒരു അനുനയത്തിലേക്ക് വീണ്ടും പാർട്ടി കടക്കുന്നു എന്നുള്ളതാണ്. ഇനി അനുനയത്തിന് അദ്ദേഹം വഴങ്ങുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം എഴുതുകയാണ്. തന്റെ പാർട്ടി പാരമ്പര്യം എത്രയാണ് എന്നതൊക്കെ ഉൾപ്പെടെ എഴുതിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് അദ്ദേഹം കടന്ന സാഹചര്യത്തിലാണ് വീണ്ടും അനുനയ നീക്കം. തീർച്ചയായും ഒരു പൊട്ടിത്തെറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പാർട്ടി ജില്ലാ നേതൃത്വം ജി സുധാകരനുമായി സംസാരിക്കാൻ മുതിരുന്നത്. അല്പസമയം മുമ്പ് ഈ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ആർ നാസർ ജി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ കോൾ എടുത്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഏതെങ്കിലും തരത്തിലൊരു അനുനയത്തിന് സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കത്തിലേക്കാണോ പാർട്ടി കടക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അദ്ദേഹവുമായി സംസാരിക്കാൻ തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന നേതൃത്വം തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷെ അദ്ദേഹവുമായി സംസാരിക്കാനുള്ള സാധ്യത ജില്ലാ നേതൃത്വം തേടുന്നുണ്ട്. നിലവിൽ അതിന് അനുകൂലമായ പ്രതികരണം ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും നേരിൽ കണ്ടോ അല്ലാതെയോ സംസാരിക്കാനാണ് നിലവിൽ വരുന്ന ഒരു ആലോചനയുള്ളത്. നേരിൽ കണ്ടുള്ള ഒരു കൂടിയ സംസാരത്തിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും സംശയമാണ്. എന്തായാലും അതിരൂക്ഷ വിമർശനത്തിന് പിന്നാലെ ഒരു അനുനയത്തിന്റെ സാധ്യത കൂടി തേടുകയാണ് പാർട്ടി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ നാളെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് മാധ്യമങ്ങളോട്. അതിനു മുൻപ് തന്നെ ഒരു അനുനയ നീക്കം സാധ്യമാകുമോ എന്നുള്ളതാണോ പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നത്? അശ്വിൻ, അനുജ, നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പല പ്രതികരണങ്ങളും കടന്നുള്ള വിമർശനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടാൽ, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്ക് തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്താ സമ്മേളനത്തിന് മുൻപേ തന്നെ അദ്ദേഹവുമായി സംസാരിക്കാനും ഇക്കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന നടത്താനുമാണ് നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ നിലവിൽ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് പോകാതെ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അനുനയിപ്പിക്കാനോ കഴിയുമോ എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ പാർട്ടി തീരുമാനിക്കുക. അതിനും വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ സ്ക്രൂട്ടിനി കഴിയാൻ ഇനിയും 6 ദിവസം കൂടി സാവകാശമുണ്ട്. അതിനുള്ളിൽ ജി സുധാകരന്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ സമ്മർദ്ദത്തിലൂടെയെങ്കിലും പാർട്ടി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നാളെ വാർത്താ സമ്മേളനം വിളിച്ച് പറയാനുള്ളതെല്ലാം പറയുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്, ഭാര്യ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ നിർണായകമായ വാർത്താ സമ്മേളനം നടക്കാൻ ഇരിക്കെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ അനുനയ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ അദ്ദേഹം നേതൃത്വത്തിനെതിരെ തന്നെയാണല്ലോ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തവണയും ജില്ലാ സെക്രട്ടറിക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ MV ഗോവിന്ദന്റെ പരാമർശം അതും തിരുത്താൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട്, വലിയ രോഷമുണ്ട്. ആ വീഡിയോ കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ തലത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആർ നാസർ സംസാരിച്ചാലൊന്നും തീരുന്ന പ്രശ്നമാണോ അത്? അശ്വിൻ, നേരത്തെ നമുക്കറിയാം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അനുനയ നീക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നേരിട്ട് കണ്ടൊക്കെ ശ്രമിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വലിയ വിമർശനവുമായി അദ്ദേഹം എത്തുന്നത്, അതൃപ്തിയുമായി എത്തുന്നത്. അപ്പോൾ ഇത് ചെറിയ രീതിയിലേക്ക് തീർക്കാവുന്നതാണോ? അങ്ങനെ കരുതാനാവില്ല. കാരണം ഏതെങ്കിലും തരത്തിലൊരു അനുനയത്തിനുള്ള വാതിൽ അദ്ദേഹം തുറന്നിട്ടിരുന്നുവെങ്കിൽ ഒരു തരത്തിലും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അദ്ദേഹം പോകുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.